എന്താടാ എന്ത് പറഞ്ഞു? ഞാൻ തിരക്കില ചേച്ചി, ഞാൻ പടം വരയ്ക്കുക. പടമൊക്കെ പിന്നെ വരയ്ക്കാം, ഇങ്ങ് വാ. ഞാൻ പടം വരച്ചിട്ട് വരാം. ഇങ്ങ് വാ, കളിക്കില്ല ചുമ്മാ. ചേച്ചി എന്ത് ചേച്ചി എങ്ങോട്ട് പോകാനാണ് വിളിക്കണേ കൊച്ചിനെ? എങ്ങോട്ടും പോവാനൊന്നും അല്ല, എനിക്ക് ആ റൂമിൽ നിന്ന് ഫോൺ എടുക്കാൻ വേണ്ടിട്ടാ. പോയ കൊച്ചിനെ വിളിച്ചോണ്ട് പോടാ, പോയി എടുത്തോണ്ട് വായിച്ചി. ആ എന്നാ നീ വാ. വാടാ നീ. പോയി ഫോൺ എടുത്തോണ്ട് വായിച്ചി. വാടാ. ചേച്ചിനെ കിളി പോയാ? എന്റെ കിളിക്ക് കുഴപ്പമൊന്നുമില്ല. ആ ചേച്ചി പിന്നെ ഇനി എന്താ ഒരു കാര്യം ടക്കര ഞാൻ ഓർത്തപ്പോ പറയണമെന്ന് തോന്നി, പിന്നെ ചേച്ചി കേക്കണ്ടെങ്കിൽ വേണ്ട. എന്താ പറഞ്ഞിട്ട് പോവും? ഓ എന്താ സംഭവമൊന്നുമില്ല. നമ്മുടെ ആ പാറമണയുടെ സൈഡില് ഈ പിള്ളേർ ഇടക്കിടക്ക് രാത്രി വന്ന് ചൂണ്ടയിടും. എന്ത് കാര്യത്തിന്? അവന്മാരുടെ ഒരു ഫണ്ണ്. വെളുപ്പിനെ 3 മണി വരെയൊക്കെ അവരോട് അങ്ങനെ ഇരിക്കും. ഇപ്പൊ അങ്ങനെ ഇരിക്കണ സമയത്ത് ഇടക്കിടക്ക് പേടിപ്പെടുത്തുന്ന ചില അസ്വാഭാവിക സൗണ്ടുകൾ, ശബ്ദങ്ങൾ അവർ കേട്ടിട്ടുണ്ടെന്ന്. എടാ ഈ പയ്യന്മാർക്കൊക്കെ വെളുപ്പിന് 3 മണിക്ക് നേരത്തൊക്കെ വീട്ടിൽ ഇരുന്നൂടെ? എന്തിനാണ് ഈ വെളുപ്പങ്കാലത്തൊക്കെ വന്ന് ചൂണ്ടിടാൻ നിക്കുന്നത്? അതൊരു ഫണ്ണ്. ഇനിയിപ്പൊ മീനെ കിട്ടിയെന്ന് വിചാരിച്ചോ? ഇവന്മാർ അടുത്ത ദിവസം തന്നെ കറി വെച്ച് കഴിക്കോ? ഇല്ലല്ലോ, ഫുൾ ടൈം കിടന്ന് ഉറക്കുമായിരിക്കില്ലേ? ഇനിയിപ്പൊ മീൻ കഴിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു 200 രൂപയ്ക്ക് മീൻ മേടിച്ച് കഴിച്ച എന്താണ് മത കുഴപ്പം? അത് ശരിയാണ്. ആ അലർച്ചയും കരച്ചിലും ഒക്കെയാണ് അവർ രാത്രി കേൾക്കാറെന്നാണ് പറയാറ്. കേശു നമുക്ക് ഈ ടോപ്പിക്ക് വിടാം. അതെ ടോപ്പിക് ഇട്ടാ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കേട്ടപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഈ കരച്ചിലൊക്കെ കേട്ടവന്മാരെ 4 ദിവസമാണ് പനി പിടിച്ച് കിടന്നത്. ആ പിടിച്ചോണ്ട് പോയി മീനൊക്കെ അവിടെ നിന്ന് ചീഞ്ഞു പോയി. ഞാൻ ജസ്റ്റ് പറഞ്ഞതല്ലോ കേട്ടോ ചേച്ചി. ചേച്ചി ചേച്ചി ഡ്രാക്കുളനെ കണ്ടിട്ടുണ്ടോ? ഡ്രാക്കുളയെ കണ്ടിട്ടുണ്ടോന്ന്? ഞാൻ ഒന്നും കണ്ടിട്ടില്ല ചേച്ചി. എനിക്കില്ലേ ഒരു ചിത്രം വരയ്ക്കണം. ഡ്രാക്കുള കാട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത്. അത് കണ്ടിട്ട് ഒരു പെൺകുട്ടി കരഞ്ഞോണ്ട് ഓടുന്നു. ലച്ചു എന്നാ ചൊനക്ക്? ഒന്നുമില്ല. ഒന്നല്ലേ? ഇല്ല. ഒന്നെ എന്റെ മനുഷ്യന്റെ ജീവൻ ഇപ്പൊ പോയനേല. நான் உன்னை கூப்பிட்டேன், அவ்வளவுதான். എന്താ എന്താ വേണ്ടേ? ஒன்னும் இல்ல, உனக்கு டீ வேணுமா கேட்க வந்தேன். വേണ്ട. ചേച്ചി ഉറങ്ങുമായിരുന്നു. ഉറങ്ങി. ഓ പറങ്ങുന്നു. എന്തുവാ? നീ ഇവിടെ ഇരുന്ന് പടം വരച്ചാ മതി. എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ പോവാ. ഞാൻ അങ്ങോട്ടൊന്നും വരൂല. എന്നെ പിടിക്കല്ലേ. ഉറങ്ങി ചേട്ടാ. പക്ഷെ പിച്ചുമ്പയൊക്കെ പറയുന്നുണ്ട്. കണ്ടോ എങ്ങനെ നടന്നിരുന്ന കൊച്ച. பாரமடையில போய் வந்ததுக்கு அப்புறம் தான் இப்படி எல்லாம் ஆயிருக்கு. பாரமடையில போய் வந்ததுக்கு அப்புறம் அவளோட ஃபேஸ் கவனிச்சிங்களா? ஒரு மாதிரியா இருந்தது. അത് തന്നെ, വേറെ ഏതോ ലോകത്ത് എന്നതുപോലെ.
യേശുവനെ ഇതെന്തോ പ്രശ്നമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ വിളിച്ചാലോ? ആ എന്നിട്ട് വേണേ അരവെട്ട് എന്നിട്ട് വേണം ഈ അരവെട്ട് മുഴുവട്ടാക്കാൻ അല്ലേ? ചേട്ടാ എന്നാ പിന്നെ കേക്കണില്ല കൊച്ചെ, ഒന്നുകൂടെ പറ. സൈക്കാട്രിസ്റ്റ് ആരാ? സൈക്കാട്രിസ്റ്റ്. ആ അത് തന്നെ. സൈക്കാട്രിസ്റ്റിനെ ചേച്ചി കൊണ്ടുപോയി കാണിക്കണമെന്നാണോ? അത് വേണ്ടിവരും ചേട്ടാ. കണ്ണടച്ച് പിച്ചും പെയ്യൊക്കെ പറയുക. അതുമാത്രമല്ല ബാത്റൂമിൽ പോകാൻ വരെ പേടിയാ. ആരെങ്കിലും കൂടെ പോണം. ഇതുകൊണ്ടാ പണ്ടുള്ളവര് പറയുന്നത് പാരാത്രിക്ക് ആറ്റുകടവിലും കുളക്കടവിലും ഒന്നും പോവരുതെന്ന്. അവിടെ അറുകൊലയും പോക്കുവരവും ഒക്കെ ഉണ്ടാവും. പോക്കരോ? ആരും ഒന്ന് പോയി. ആ അങ്ങനെ വരുത്തുപോക്കൊക്കെ ഉണ്ട്, പാരാത്രിക്ക് വരും. അങ്ങനെ ആരൊക്കെ വീട്ടിൽ കിടന്ന് ഉറയും കൂടെ. മക്കളെ അങ്ങനൊന്നും പറയാൻ പാടില്ല കേട്ടോ. യേശുമോനെ ആരെയെങ്കിലും വിളിച്ചേ ഒന്ന് ഭസ്മം ഇടിപ്പിച്ചാലോ? കേശാണ് എല്ലാത്തിനും ஆமாண்டா கேசு, நீதான் எல்லாத்துக்குமே காரணம். தேவையில்லாம வெட்ட குற்றம் எல்லாம் வச்சிருந்தானே இப்படி ஆயிருக்குப்போ. ആഹാ അത് കൊള്ളാലോ. ഞാൻ ബെറ്റ് വെച്ചപ്പോ ചേച്ചിയുടെ ഉപബോധ മനസ്സ് എവിടെ പോയി? അല്ല പിന്നെ ഞാനും ഉണ്ടാ ബെറ്റിന്, എനിക്ക് പേടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്. டேய் என்ன செய்யலாம்னு யோசிடா. ഞാൻ എന്തരാലോ ഞാൻ എന്തായാലും ഇനി ചേച്ചി രാത്രി എങ്ങോട്ടും പോകത്തില്ല. സബ് കോൺഷ്യസ് മൈൻഡ് പാരാസൈക്കോളജി എന്നൊക്കെ പറഞ്ഞ ടീമാണ് അകത്ത് പേടിച്ച് വിറച്ച് കിടക്കണത്. ഇനി டேய் காமெடி சொல்லாம என்ன செய்யலாம் யோசி. ഒറ്റ കാര്യമുള്ളൂ ചെയ്യാൻ. നിങ്ങൾ ഇവിടെ നിന്ന് മാറി തന്നാൽ മതി. ഒരു 15 മിനിറ്റ് ഞാൻ സെറ്റാക്കി തരാം. വേണ്ട ആശില്ല അല്ല പിന്നെ ഞാൻ വിളിച്ച് പേര് ആ എണീറ്റല്ല അതാ എന്തോ ആരെയാ നോക്കുന്നേ? അല്ല ഇവിടെ ആരാ വന്നേ? இங்க யாரும் வரல லட்சோ. എന്താ? അയ്യോ നല്ല പനിയുണ്ടല്ലോ, ചൂടുണ്ട്. ஐயோ அப்படின்னா சுக்கு காப்பி எடுக்கட்டா? ഞാൻ എന്താ വരുന്നു. ആന്റി ചുക്കാപ്പി എടുക്കണ്ട, നല്ല ചൂടുള്ള കഞ്ഞി എടുക്കും. இப்ப அம்மா சுக்கு காப்பி எடுக்கத்தானே போயிருக்காங்க. முதல்ல அது குடிக்கட்டும், அதுக்கப்புறம் கஞ்சி எடுக்கலாம். ആന്റി ഇപ്പൊ കഞ്ഞി കൊടുക്കട്ട്, പിന്നെ ചുക്കാപ്പി കൊടുക്കാം. அப்படியா சொல்ற? சரி அப்படின்னா நான் சுடு சுடா கஞ்சி எடுத்துட்டு வரேன். ചേച്ചി പോയി അവിടെ കിടന്ന് ഉറങ്ങും. ഞാൻ പോയി ഒന്ന് സ്പീഡാക്കിട്ട് വരാം. ഞാൻ മറ്റേ ഈ തമാശക്ക് മറ്റേ മുണ്ടിട്ടിട്ട് വന്ന് പേടിപ്പിച്ചിട്ട് ചേച്ചി 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 മാറി ശ്വാസം കൊടുറി മാറി ചേച്ചി തമാശക്ക് ചേച്ചി ചേച്ചി ഞാൻ തന്നെ ചേച്ചിക്ക് പേടിയില്ലെന്ന് പറഞ്ഞപ്പോ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പേടിപ്പിച്ചതാ. ഇന്നലെ പാറമട അവിടെ നിന്നപ്പോ ചേച്ചി പേടിച്ചില്ലായിരുന്ന? ആ പേടിപ്പിച്ചത് ഞാൻ തന്നെ. എന്തേച്ചി